അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസും അതുപോലുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇത്തരത്തിലൊരു കണ്ടീഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് റിവേഴ്സിബിളായിട്ട് തിരിച്ച് അതേപോലെ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത്. ഇത്തരൊരു കാര്യം ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് കുറയുകയും ക്രമേണ നമ്മളത് നിർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ടു നോർമലായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന അതേ ഭാരവും ചിലപ്പോൾ അതിന് ഇരട്ടിയായിട്ട് ഭാരം കൂടുന്നൊരവസ്ഥയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ലോസിന് പ്ലാൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഡയറ്റ്. വെയിറ്റ് ലോസ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാവരും കോമൺലി അസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് പല ഡ്രിങ്ക്സ് യൂസ് ചെയ്തിട്ടും പല മെഡിസിൻസ് യൂസ് ചെയ്തിട്ടും അതുപോലെ പല എക്സസൈസ് മെത്തേഡ്സും മെഷീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും അതുപോലുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടും മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് പലരും. എന്നാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഹെൽത്തി ആണോന്നോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണോ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുക, അതായത് നമ്മൾ അമിതമായിട്ട് എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫാറ്റ് ഫോമിലാണ്. പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിന് അടിഭാഗത്തായിട്ടൊരു ലെയറിലാണ് ഇത്തരത്തിലൊരവസ്ഥ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ വയറ് ഭാഗത്ത് ചുറ്റുപാടുമായിട്ട് ബാക്ക് റീജിയനിൽ, ബട്ടക്സ് റീജിയനിൽ, അതുപോലെ 2 കൈ ഭാഗങ്ങളിൽ, അതുപോലെ നമ്മുടെ തൊട ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സ്റ്റാർവ് ചെയ്യുക, അതായത് നമ്മൾ പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ മേജറായിട്ട് പെട്ടെന്ന് തന്നെ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് നമ്മൾ ബോഡി യൂട്ടിലൈസ് ചെയ്യും. അതായത് നമ്മുടെ എനർജി ആയിട്ട് ഇത്തരത്തിലുള്ള ഫാറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിക്കുന്ന ഫാറ്റിനെയാണ് നമ്മൾ സ്റ്റോർഡ് ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസിൻ്റെ ഫംഗ്ഷനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അടിഞ്ഞുകൂടിക്കുന്ന ഫാറ്റിനെ ബോഡി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ച് നമ്മൾ നോർമലി ഒരു ഭക്ഷണം കഴിച്ച് വരുന്ന സമയത്ത്, ഇപ്പം 2 ദിവസം നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാർവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നമ്മൾ ഹെവി ആയിട്ട് നമ്മൾ നോർമലി കഴിക്കുന്ന മീൽ പോലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചെടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ റിവേഴ്സിബിളായിട്ട് വരാനാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഈ അക്യുമുലേഷൻ നമ്മുടെ ബോഡിയിൽ മേജറായിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അമിതവണ്ണം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നമുക്ക് ഡയബറ്റീസ്, കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ, അതുവഴി നമുക്ക് ലിവർ സിറോസ് പോലുള്ള കണ്ടീഷൻസും അതുപോലെ തന്നെ പല രീതിയിലുള്ള വാദസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡയറ്റ് പ്ലാൻസും പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്തതായിട്ട് ഇത്തരത്തിൽ നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് നമ്മൾ മെൻ്റലി ഇതിനെപ്പറ്റി പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതായത് നമ്മൾ ഭക്ഷണത്തിനോടുള്ള ആ ഒരു ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ടെംപ്റ്റ് ആവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെംപ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഈ റൊട്ടീൻ്റെ ഭാഗമാക്കുന്ന സമയങ്ങൾ. അതായത് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചു, എന്നാൽ ഇത്രയും സമയങ്ങളിലൊന്നും നമ്മൾ വർക്കൗട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മളൊരു വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അത് കൂടുതൽ നമ്മൾ വീക്ക് ആവാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രമല്ല എൻ്റയർ ജോയിൻസിനെ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതായത് നമുക്ക് വാക്കിംഗ് എക്സസൈസ് ചെയ്യാം, സ്വിമ്മിംഗ് പോലുള്ള കാര്യങ്ങൾ, സൈക്ലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം, അതിനോട് തന്നെ സൂംബ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം, യോഗ ടെക്നിക്സ് യൂസ് ചെയ്യാം. മെൻ്റലി നമ്മൾ നോക്കിയാൽ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ടെക്നിക്സ്, പ്രാണായാമ ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ത്രെഡ്മില്ല് യൂസ് ചെയ്യാം. അതുപോലെ ജനറലി നമ്മൾ വാക്കിംഗ് കാര്യങ്ങൾ, ജോഗിങ് പോലുള്ള കാര്യങ്ങളൊക്കെ മൈൽഡായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ടാണെങ്കിലും അത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ, എന്തായാലും നമ്മൾ ചെറിയ ആക്ടിവിറ്റീസ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫാറ്റ് അക്യുമുലേഷനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ രാത്രി ഡിന്നർ കട്ട് ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ട ഒരു കാലോറിക് വാല്യൂ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോട്ടോക്കോൾ വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എനർജി ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫംഗ്ഷനിങ് ഒക്കെ പ്രോപ്പറൈസ് ആയി നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ മിനറൽസ്, ന്യൂട്രിയൻസ് ഒക്കെ എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. മാൽ ന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതുവഴി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ബ്ലഡ് ചെക്കപ്സും കാര്യങ്ങളും ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് എത്രയാണ്, നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എത്രയാണ്, അതായത് LDLൻ്റെ അളവ്, HDL നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് എത്രയുണ്ട്, ട്രൈഗ്ലിസറൈഡ്സിൻ്റെ വാല്യൂ എത്രയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അതിനൊരു വാരിയേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുവന്ന് വരാം. അപ്പോൾ അതൊന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ് തൈറോയ്ഡ് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് മെൻസ്ട്രൽ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുകൊണ്ടാണോ നമുക്ക് ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊക്കെ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയ്ഡ് കംപ്ലയിൻറ്റ്സ്, അതായത് TSHൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. അതും അല്ലെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നത് ഈ തൈറോയ്ഡ് കൂടിയതുകൊണ്ടാണോ, അതും അല്ലെങ്കിൽ മെൻസ്ട്രൽ റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കൊണ്ടാണോ നമുക്ക് നോട്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ 3 മാസത്തെ ഷുഗറിൻ്റെ ആ ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടോ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. കാരണം മെറ്റബോളിസം ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു ഫാക്ടറാണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യേണ്ടതും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഡയറ്റ് പോലുള്ള കാര്യങ്ങൾ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ടെസ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡയറ്റ് പ്രകാരം നമ്മൾ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ മേജറായിട്ടൊരു ഡയറ്റ് പ്ലാൻ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കുറച്ച് രീതികളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നിങ്ങൾ യൂഷ്വലി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ദോശ, ഇഡ്ഡലി പോലുള്ള കാര്യങ്ങൾ, പുട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് നമുക്ക് ചപ്പാത്തീസ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം നമുക്ക് റാഗി വെച്ചിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഓട്സ് വെച്ചിട്ടുള്ള ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. റാഗി വെച്ചിട്ട് നമുക്ക് ഉപ്മാവും ദോശ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓട്സ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. ഓട്സിൻ്റെ കഞ്ഞി വെച്ച് കഴിക്കാം, ഉപ്മാവ് വെച്ച് കഴിക്കാം, പുട്ട് വെച്ച് കഴിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനിടയ്ക്കൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഉഴുന്ന് ദോശ പോലുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ചട്നി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കിഴങ്ങേറി പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ ഹൈ കലോറിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രധാനമായിട്ട് നമ്മുടെ കടല, പയറ്, പരിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി ലഞ്ച് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ റൈസ് നമ്മൾ യൂഷ്വലി എടുക്കുന്നതിൻ്റെ ഒരു അളവ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് അത്രയും എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ യൂഷ്വലി റൈസ് കഴിച്ച് വരുന്നൊരു റൊട്ടീനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബ്രൗൺ റൈസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബ്രൗൺ റൈസിന് കൂടെ തന്നെ കൂടുതൽ കറികൾ, അതുപോലെ തന്നെ യോഗേർട്ട് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തൈര് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിക്കനോ ഫിഷോ പോലുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ്. ഈ ചിക്കനും ഫിഷും നമ്മൾ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊരിച്ച് പോലുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ലഞ്ച് ടൈം നമ്മൾ കൂടുതൽ സൈഡ്സ്, അതായത് കൂടുതൽ സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ, കൂടുതൽ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആദ്യം ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ റീകുക്ക് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് അമിതമായിട്ട് ഗ്ലൂക്കോസിൻ്റെ ആ ഒരു അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുക. അതായത് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഒരു പരിധിവരെ കുറയുകയും നമ്മുടെ ബോഡിയിൽ ഈ ഫാറ്റ് അക്യുമുലേഷൻ അവർ പ്രിവെൻറ്റഡ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ രീതിയിൽ നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈവനിങ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പ് പോലുള്ള കാര്യങ്ങൾ, ബ്ലാൻഡ് ആയിട്ടുള്ള കുറച്ച് മൈൽഡ് സൂപ്പുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ വാട്ടറി ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതും കൂടിയാണ്. അതുപോലെ അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് പോലുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഡിന്നർ ടൈം ആണെങ്കിലും നമ്മൾ നേരത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കഴിച്ച അതേ രീതിയിൽ നമുക്ക് ഓട്സ്, റാഗി പോലുള്ള കാര്യങ്ങൾ, ചപ്പാത്തി പോലുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് കഴിക്കാം, ബേസിൽ ബോൾ പോലുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യും. അതായത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് നട്ട്സ് പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. കുറച്ച് നമ്മുടെ ബേസിൽ സീഡ്സ്, അത് നമ്മുടെ കസ്കസ് പോലുള്ള സീഡ്സ് ഒക്കെ സോക്ക് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് കോക്കനട്ട് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഫില്ലിംഗ് മീൽ എന്ന ഫോമിൽ കഴിക്കാവുന്നതും കൂടിയാണ്. അപ്പോൾ അത്തരം കണ്ടൻസ് കൂടെ ഡിന്നർ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇൻ ബിറ്റ്വീൻ ആയിട്ട് 11 AM പോലുള്ള ടൈമുകളിലൊക്കെ, അതായത് നമ്മൾ രാവിലെ ആ ഒരു ഉച്ചേൻ്റെ ഉള്ളിൽ ആ ഒരു സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ബട്ടർ മിൽക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ, ചിയാ സീഡ്സ് ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വഴി ഫാറ്റ് ലോസിൻ്റെ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അത് എംപ്റ്റി സ്റ്റമക്കിൽ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ തേനും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ലെമൺ ജ്യൂസൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് വാട്ടർ ഒഴിച്ചിട്ട് ഈ ചിയാ സീഡ് മിക്സ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്.
ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലൊരു പ്രോട്ടോകോൾ നിങ്ങൾ ഒരു ഡെയിലി ബേസിൽ ഒരു ഡയറ്റോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നോടിയായി ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.